വൈബും നാച്ചുറൽ ആണ്. വില്ലേജ് ഡയറി ഐസ്ക്രീം വൈബ് സൂപ്പറാ. ഹലോ ഗായ്സ്, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കാണാൻ പോവാണ്. ഒരു കിടിലൻ ഗസ്റ്റ്. ഞാൻ പേരൊന്നും പറയുന്നില്ല. കേരളക്കര ഒട്ടാകെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. നമ്മൾ കരോളുമായിട്ട് അങ്ങോട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്, നമ്മുടെ കിടിലൻ ഗസ്റ്റ്. ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ബോച്ചയാണ്. ഹാപ്പി ക്രിസ്മസ്. കാര്യപരിപാടികളിലേക്ക് കടക്കാം. ബോച്ചെ, പരിപാടി എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അതെ, നമ്മുടെ പരിപാടി ഹാപ്പി ക്രിസ്മസ് ആണ്. സ്വാഗതം ബോച്ചെ. ഹായ് ബോച്ചെ, ഹാപ്പി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ബോച്ചയുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് എന്താണ്? കേക്കും വൈനും ആണ് ആദ്യം ഓടി വരുന്നത്. പിന്നെ ഉണ്ണീശോ ഇങ്ങനെ വരുന്നു ഒക്കെയാണ്. പിന്നെ ആഘോഷം, കളർഫുൾ ബലൂണും ആട്ടും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഉള്ള ഒരു ക്രിസ്മസ്. കേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഏത് കേക്കാണ് ഏറ്റവും ഇഷ്ടം? ഏത് ഫ്ലേവർ ആണ് ഏറ്റവും ഇഷ്ടം? കേക്ക് എന്ന് പറയുമ്പോൾ ചീസ് കേക്ക് ആണ് ഇഷ്ടം. വൈൻ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ? വൈറ്റ് വൈൻ ആണ് ഇഷ്ടം. പിന്നെ അവൈലബിലിറ്റി അതാണോ കിട്ടുന്നതിനനുസരിച്ച് അടിക്കാൻ. വലിയ ഡിമാൻഡ് ഒന്നും വെക്കാറില്ല അങ്ങനത്തെ കാര്യത്തിൽ. എന്താണോ അത് ഒഴുക്കിനനുസരിച്ച് പോവും. എത്ര വേണേലും പോവും. അങ്ങനെയല്ല, അത്യാവശ്യം. കരോളാണെങ്കിലോ? കരോളിനൊക്കെ പോവാറുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇല്ല. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എപ്പോഴും കരോളും അടിച്ചുപൊളിയും ഒക്കെ ആയിട്ട് അങ്ങനെ രാത്രി ഇറങ്ങിയൊക്കെ. പ്രാവശ്യം എന്തായാലും നമുക്ക് കൊഴിപ്പിക്കാം, അടിപൊളിയാക്കാം. ക്രിസ്മസ് കരോൾ ഗാനം എന്തെങ്കിലും മനസ്സിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന്? അയ്യോ, ഗാനം മാത്രം പറയരുത്, ഉള്ള ആരാധകരെ ഇല്ലാതെ ആക്കരുത്. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ബോച്ചയല്ലേ അങ്ങനെ ആരാധകർ. സാധാരണ എന്തെങ്കിലും മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവുമ്പോഴേ, മീറ്റിംഗ്സ് കത്തി കയറി പോകുമ്പോൾ എന്നോട് പറയും, ബോച്ച ഒരു പാട്ട് പാടാൻ. എന്തിനാന്നറിയാം, ആ മീറ്റിങ്ങിന്റെ അവസാനമാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകാൻ വേണ്ടി, കലാശക്കോട്ട് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് പറയാറ്. അപ്പൊ നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ. അവസാനമാക്കാം. പറഞ്ഞാലും മതിയോ പാട്ട്? പാടും. ഓക്കെ, ആടും. ഞാനൊരു ചെറിയൊരു ടാസ്ക് തരാം. പറയാ മാത്രല്ല ചെയ്യിക്കും ചെയ്യല്ലേ. ഇപ്പം എന്റെ പേരില് ഒരു വിവാദമാണോ? അയ്യോ, എന്റെ പേരിൽ ഒരു വിവാദം ഇല്ല. ഞാനൊരു ക്രിസ്മസ് കേക്ക് കട നടത്തുകയാണ്. ചിത്ര കേക്ക്സ് എന്നാണ് പേര്. ആ കേക്ക് ഒന്ന് വിറ്റ് തരണം. അതിനൊരു പരസ്യം പറയണം. ഒരു 40-40 വർഷം പഴക്കമുള്ള വൈൻ ഒഴിച്ചുണ്ടാക്കിയ കേക്കാണ്. എന്റെ അപ്പനെ കാലം പഴക്കമുള്ള കേക്കാണ്. അപ്പോ അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പരസ്യം ഉണ്ടാക്കും. ആൾക്കാർ വാങ്ങിക്കണമല്ലോ. ഹലോ ഹായ്, ബോച്ചെ കേക്ക് അമ്മൂമ്മയുടെ പ്രായമുള്ള കേക്കാണ് കേട്ടാ. ചിത്ര കേക്ക് അല്ലേ? ഒരു ഫോട്ടോ കൂടെ അതിൽ വെച്ചാൽ മതി. ഒരു കേക്ക് വാങ്ങിയ ഒരു പീസ് ഫ്രീ. പിന്നെ വിറ്റുപോയില് എന്നെ ഏൽപ്പിച്ചോളോ, ഞാൻ റെഡിയാക്കി. മാർക്കറ്റിംഗ് സൈഡ് ഞാൻ മാർക്കറ്റിംഗ് സെയിൽസ് ഉസ്താദാണ്. എല്ലാ വർഷവും. എത്ര വർഷമായി ക്രിസ്മസ് ആഘോഷിക്കുന്നു? ഞാൻ ജനിച്ച അന്ന് മുതൽ ആഘോഷമാണ്. ആഘോഷങ്ങളുടെ രാജാവാണ്. മരിച്ചാലും ജനിച്ചാലും ആഘോഷമാണ്. കാരണം ഇന്നാളൊരു വിഷുവിന്റെ അന്നാണല്ലോ, യേശുക്രിസ്തു മരിച്ച ദിവസം ദുഃഖവെള്ളിയാഴ്ചയാണ്, അന്ന് വിഷുവാണ്. അപ്പോൾ ദുഃഖവും ഒരു സൈഡിൽ ആഘോഷം. അപ്പോൾ ദുഃഖാഘോഷം എന്നുള്ളൊരു വാക്ക് തന്നെ ഡിക്ഷണറിയിലേക്ക് കയറി എൻ്റെ
കേട്ടിട്ടുണ്ടോ? ദുഃഖാഘോഷം ഇല്ലല്ലോ, അത് ഞാൻ ഉണ്ടാക്കിയതാ. ഇപ്പൊ കേട്ടില്ലേ? ദുഃഖവെള്ളിന്ന് കേട്ടിട്ടുണ്ട്, ദുഃഖാഘോഷം കേട്ടിട്ടില്ല. അല്ല, തമിഴ്നാട്ടിലുണ്ടല്ലോ മരിച്ചാലും നമ്മള് മരണം ആഘോഷിക്കുന്ന. അയ്യോ, അത് എനിക്കറിയാം. ഞാൻ ഊട്ടിന്ന് പ്രാവശ്യം വരുമ്പോഴാണ്, എനിക്കിത് അറിയില്ലല്ലോ. കുറെ ആൾക്കാർ ഒരാളെ ചെയറിലിരുത്തിയിട്ട് ബീഡിയൊക്കെ വലിച്ച ഒരാളിങ്ങനെ വരിക, ഭയങ്കര ഡാൻസ് ഒക്കെ ആയിട്ട്. ഞാൻ ചാടി ഇറങ്ങി, ഒപ്പം നല്ല ഡാൻസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെ തട്ടി വിളിക്കുക, അയാളൊരു മൈൻഡില്ല, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്. പിന്നെ കൈമ തൊട്ടപ്പോൾ തണുപ്പ്. അപ്പോഴാണ് പറഞ്ഞത് എരുന്ത് പോയിട്ടിരിക്കുന്ന. അപ്പോഴാണ് എരുന്ത് പോവാന്ന് പറഞ്ഞാൽ എന്താ, പരുന്ത് പോവാന്നുണ്ട്, മരിച്ചു പോയെന്നല്ലോ. ഞെട്ടിപ്പോയി ആകെ. ആദ്യത്തെ ആയതുകൊണ്ട് ഷോക്ക് പോയാൻ വണ്ടി കയറി വിട്ടു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ബോച്ചയുടെ ക്രിസ്മസ് ആഘോഷമാണ്. ബോച്ചെ ഇപ്രാവശ്യം ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്? ഒരു രാവിലെ എണീച്ചത് മുതൽ രാത്രി വരെയുള്ള ക്രിസ്മസ് ആഘോഷം എങ്ങനെയായിരിക്കും? ക്രിസ്മസ് ആഘോഷം എന്തായാലും രാത്രി നമുക്ക് 12 മണി തൊട്ടിട്ട് 3 മണി വരെ എന്തായാലും ഉറങ്ങില്ല. കാരണം അതൊരു എനർജി ടൈമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം 3 മണി കഴിഞ്ഞാൽ എന്ത് കാലം എന്ന് പറയാ, ബ്രഹ്മമുഹൂർത്തം അല്ലേ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തിനും ഒരു എനർജി ഉള്ള സമയമാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത്, പുലർച്ചെ. അപ്പോൾ 12 മണി അതിന് മുമ്പ് തൊട്ട് തന്നെ ആഘോഷം തുടങ്ങും. ഫ്രണ്ട്സൊക്കെ ആയിട്ട് കേക്ക് കട്ടിങ്, വൈൻ അടിക്കുക, ഡാൻസ് കളിക്കുക. പിന്നെ ഇതുപോലെയുള്ള തൊപ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾക്ക് പല ഗെയിമുകളൊക്കെ ഉണ്ട്. കോമാളി ഗെയിമുകളുണ്ട്, പല ജാതി സംഭവങ്ങളുണ്ട്. ബലൂൺ കുത്തിപ്പൊട്ടിക്കുക, സമ്മാനങ്ങൾ, പിന്നെ ക്രിസ്മസ് ട്രീ. പിന്നെ ക്രിസ്മസ് ട്രീ, അതിൽ കുറേ പൊതികളൊക്കെ ഉണ്ടാവും, പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടാവും, പലത് ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഗിഫ്റ്റുകൾ, ഗെയിംസ്, അങ്ങനെ പഴയ നമ്മുടെ ഓർമ്മകളൊക്കെ അയവറുത്തുകൊണ്ട് വി ആർ ഡൂയിങ് ദ സെയിം തിങ്സ്, അങ്ങനെയൊക്കെ. പിന്നെ ഫ്രണ്ട്സായിട്ട് അവസാനം അടിയാവുക, ലാസ്റ്റ് കലാശിക്ക് അടിയാണ്. ഇതുവരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാവല്ലോ, ക്രിസ്മസ് ഗിഫ്റ്റ്. അങ്ങനെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട് കിട്ടിയത് എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ക്രിസ്മസ് ഗിഫ്റ്റ് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് എനിക്ക് ഒരു സ്നേഹത്തോടു കൂടി ഒരു ഉമ്മ തന്നതാണ് എനിക്ക് ഓർമ്മ. ഉമ്മ എന്ന് പറഞ്ഞ മുസ്ലിം ഉമ്മയല്ല, അതാണ് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് എനിക്ക് ഓർമ്മ തോന്നുന്നത്. ഓക്കെ, അല്ലാതെ വേറെ ഗിഫ്റ്റ്, പൊതിഞ്ഞ ഗിഫ്റ്റ് ഒന്നുമല്ല? പൊതിഞ്ഞ ഗിഫ്റ്റ് പിന്നെ എനിക്കൊരു ഡയമണ്ട് തന്നിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഡയമണ്ട് തരണോ എന്ന് ഞാൻ ചോദിച്ചു. ഒരു സ്വർണ്ണ കച്ചവടക്കാരനാണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, മാർപ്പാപ്പേനെയാണോ കുർബാന പഠിപ്പിക്കണേന്ന് ചോദിക്കുകയുണ്ടായി. ഒരു രംഗം ഓർമ്മ വരും. എനിക്ക് തന്നെ ഒരു ഡയമണ്ട് കൊണ്ടുവന്നു, ചെറിയ ക്യൂട്ട് ഡയമണ്ട്. പിന്നെ ഒരു ഫ്രണ്ട് എനിക്കൊരു കാറ് സമ്മാനിച്ചു. ഏത് കാറായിരുന്നു? അതൊരു സ്പോർട്സ് കാറാണ്, പക്ഷെ ഞാൻ അത് സ്വീകരിച്ചില്ല. സ്പോർട്സ് കാർ? പക്ഷെ ബോച്ചയ്ക്ക് സ്പോർട്സ് കാർ ഉണ്ടെന്ന്. എനിക്കൊക്കെ ഉണ്ട്. അല്ല, എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ആരാധിക തരാൻ നോക്കിയതാണ്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ആരാധിക ബോച്ചയ്ക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു സ്പോർട്സ് കാർ ബോച്ചെ നിരസിച്ചു എന്ന് പറഞ്ഞു, പൊളൈറ്റ് ആയിട്ട് അല്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു ആരാധികയ്ക്കോ അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടിനോ ഒരു ക്രിസ്മസ് കാർഡിൽ എന്തെങ്കിലും എഴുതി കൊടുക്കുകയാണെങ്കിൽ എന്ത് എഴുതി കൊടുക്കുന്നത്? എൻ്റെ കയ്യിൽ ഒരു ക്രിസ്മസ് കാർഡ് ഉണ്ട്. ഓക്കെ, ഫുൾ സെറ്റപ്പിലാണ്, ഫുൾ ഫിറ്റിംഗ്സ് ആണ് അല്ലേ? എന്തായിരിക്കും എന്തെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? എഴുതണ്ടേ? ഇപ്പൊ ആർക്ക് കൊടുക്കുന്നുള്ളതാണ് പ്രശ്നം. അത് കുഴപ്പമില്ല, ഞാൻ മേടിച്ചോളൂ. ഓ, താങ്ക് യു. അയച്ചോളൂ, ചൂടാവരുത് കേട്ടോ. എന്താണ്? നല്ല കാര്യമാണല്ലോ. വായിക്കണോ? വായിച്ചോ. ലവ് യുവോ? ലവ് യു ആൻഡ് എവരിബഡി. അതാണ് ബോച്ചെ ലവ് യു ആൻഡ് എവരിബഡി. ഒരാളെ മാത്രമായിട്ട് സ്നേഹിക്കാൻ പറ്റില്ല. എന്റെ പഞ്ച് ലൈൻ, കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാനാ, ഒരാളെ മാത്രം കീഴടക്കിയാൽ പോരല്ലോ. അതുകൊണ്ടാണ് ലവ് യു ആൻഡ് എവരിബഡി, ലോകം മുഴുവൻ സ്നേഹം കൊണ്ട് കീഴടക്കുക എന്നുള്ളതാണ്. അതാണ് ബോച്ചയുടെ മോട്ടോ. ബോച്ചയെ നമ്മൾ അടുത്ത് ഒരു സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു ഐറ്റം ഉണ്ട്. ഇതെന്താ, കുണ്ടം ബിരിയാണിയാണോ? അല്ല, ഇതിനകത്ത് കേക്കാണ്, പ്ലം കേക്കാണ്. 4 പീസ് ഉണ്ട്. പീസാണ് അല്ലേ? അതെ, പീസാണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോ കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ്. കറക്റ്റ് ആയിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ബോച്ചയ്ക്ക് കേക്കിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിക്കാം. എന്നെ കൊണ്ട് തീറ്റിക്കാനുള്ള പരിപാടിയാണല്ലേ? അതെ, കഴിച്ചിട്ടില്ല പറഞ്ഞേ, തിന്നാനും തരൂല്ലേ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കുഴക്കണ ക്വസ്റ്റ്യൻ. ഭാരം കൂടിയ പാനീയം ഏതാണ്? ഒരു ക്ലൂ.
എന്തെങ്കിലും കിട്ടുമോ? ഭാരം കൂടിയ പാനീയം. നമ്മള് പഴയ കാലത്തൊക്കെ നമ്മള് ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മള് കുടിച്ച സാധനം. ഇത്രയും വലിയ ക്ലൂ, ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, രസ്നയൊന്നുമല്ല. രസ്നയൊക്കെ മോഡേൺ, ഐ മീൻ കെമിക്കൽസ് ഒക്കെ ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതിന് മുന്നേ നമ്മുടെ നാട്ടിലൊക്കെ, നാട്ടിൻപുറത്തൊക്കെ നമ്മൾ കുടിച്ചിരുന്ന ഒരു സാധനമാണ്. ഫിറ്റാവോ കുടിച്ച? ഇല്ല, ഫിറ്റൊന്നും ആവില്ല. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് ഉത്തരം. ഭാരം കൂടിയ പാനീയം. ഭാരം കൂടിയ പാനീയം. ബാർലി. തോറ്റെങ്കിൽ പറയാം. തോറ്റ എത്തിടേണ്ടി വരുമോ? ഇല്ല, തോറ്റ കേക്ക് കഴിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഭാരം കൂടിയ പാനീയം കുടിക്കാൻ പറ്റുമല്ലേ? ആ, കുടിക്കാൻ പറ്റും. തേനല്ല അല്ലേ? ഇല്ല. അപ്പൊ തോറ്റു. നമിച്ചിടും. കാല് പിടിക്കാം. വേണ്ട. സംഭാരം. സംഭാരോ? ഭാരം കൂടുതലല്ല? അങ്ങനല്ല, എന്റെ ലെവലിലേക്ക് താഴ്ന്നു വരണം, എന്താന്നറിയാ, ബുദ്ധി കൂടുതലാ. ആ ലെവലിലൊക്കെയാണ് ചെയ്യാൻ. മന്ദബുദ്ധിയിലൊക്കെ ചിന്തിക്കാറില്ല. അതാ പറ്റിയ. പറഞ്ഞ നന്നായി. അതെ, ഇനി അടുത്തത് അതുപോലെ ചിന്തിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം. പഴം. തൊലി കളഞ്ഞാൽ പേര് മാറും. അതിലും ഉണ്ടോ ഉത്തരം? ഇല്ല, അതിൽ ഉത്തരമില്ല. തൊലി കളഞ്ഞാൽ പേര് തൊലിക്കൻ അല്ല. നമ്മളൊക്കെ കഴിക്കണത് നമ്മുടെ നാട്ടിൽ നമ്മള് സ്ഥിരം കഴിക്കുന്ന ഒരു സാധനം. തൊലി കളഞ്ഞാൽ അല്ല, അതിന്ന് ഉണ്ടാകുന്ന ഒരു സാധനമാണ് നമ്മള് ഡെയിലി ഭക്ഷണമായിട്ട് കഴിക്കണേ. തൊലിപ്പിച്ചിട്ട് കഴിക്കണാണോ? അല്ല. സുല്ലേ, ഞാൻ ഈ ബുദ്ധിയുള്ള കേസുകൾ എടുക്കാറുള്ളൂ. ഇതൊക്കെ ചീള് കേസ്. ഉത്തരം പറയട്ടെ? നെല്ല്. അതിപ്പോ പഴം അങ്ങനെ തന്നെയല്ലേ? നെല്ല് തൊലി കളഞ്ഞാല് അരി. അതൊക്കെ ചീള് കേസ്, ചെറിയ സാധനല്ലേ. കേക്കൊക്കെ ഒന്നും കഴിക്കാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതെന്താ ഉത്തരം പറയാത്തേന്നറിയാം. എനിക്ക് മറ്റുള്ളവരെ കഴിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇഷ്ടം. ഞാൻ കഴിക്കാന്നുള്ളതല്ല, കഴിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇഷ്ടം. ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ്. പൊട്ടൻ ലെൻസ്. ശബ്ദമുണ്ടാക്കിയ പൊട്ടുന്ന ലെൻസ്. ബോച്ചെ ഒപ്റ്റിക്കൽസ് വരാൻ പോകുന്നുണ്ട്. അതൊരു പരസ്യമായി. അതില് ചിലപ്പോ ഇങ്ങനത്തെ പൊട്ടുന്ന സാധനമൊക്കെ ഉണ്ടാവാം. നോയ്സിന്റെ ഓപ്പോസിറ്റാ. കേക്ക് കഴിക്കാൻ വേണ്ടി ഞാനൊരു സൈലൻസ്. ഇങ്ങനെ ക്ലൂ തരൂ. ക്ലൂ ഞാൻ തരാം. ബോച്ച കേക്ക് എടുത്ത് കഴിക്കും. ആദ്യം ചെറിയ പീസ് കഴിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല. നിങ്ങൾ ഉണ്ടാക്കിയതല്ല അല്ലേ? ഇത് ചിത്ര കേക്ക് അല്ല എന്ന് മനസ്സിലായി. സാരില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് എന്ത്? എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത്. എന്റെ പേര് അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. എങ്ങനെ എഴുതിയിട്ട് ശരിയാവാണ്ട് ഇപ്പൊ എല്ലാവരും കൂടെ ബോച്ചേന്നാക്കി ബോബി എന്നുള്ളത്. അതാണ് ഒന്ന് എനിക്കറിയാവുന്നത്. തെറ്റ് കറക്റ്റ് ആണ്. അടുത്തോടെ തിന്നണല്ലേ, ഞാൻ ഇനി പറയില്ല. കംപ്ലീറ്റ് തെറ്റിച്ച്. കേക്ക് വലിയ ഗുണമില്ല സത്യം. ആണോ? അയ്യോ, എവിടെന്നാ വാങ്ങിച്ചാവോ? അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾക്ക് കുളിക്കണം. വീട്ടില് ഉപ്പും പായസവും മാത്രമുണ്ട്. എങ്ങനെ കുളിക്കും? ഒരാൾക്ക് കുളിക്കണം. അയാളുടെ വീട്ടില് ഉപ്പുണ്ട്, പായസമുണ്ട്. എങ്ങനെ കുളിക്കും? ഇത് കുറച്ച് ട്രിക്കിയാണെന്ന് ചിന്തിക്കണം. കളഞ്ഞു കുളിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. കുളിക്കണം, ഉപ്പുണ്ട്, പായസം ഉണ്ട്. കുളിക്കാന്ന് പറയുമ്പോ ഞാനൊക്കെ ചാടി കുളിച്ചിട്ടുള്ള പരിചയമുള്ളൂ. ഇനിയിപ്പോ ഇതേത് ജാതി കുളിയാണ്? പായസം ഉപ്പുണ്ട്, കുളിക്കണം. ഉപ്പുണ്ട്, പായസം ഉണ്ട്. അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ചാടി കുളിക്കാം. ഞാൻ ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ക്ലൂ ഒന്നും തരരുതെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഞാൻ ബോച്ച കേക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ക്ലൂ ഇഷ്ടമല്ലേ? ഇല്ല, ഉപ്പും പായസം ഉണ്ട്. അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഉപ്പ് പായസം. ഓക്കെ, തോറ്റ്. ഞാൻ പറയട്ടെ? അല്ല, ക്ലൂ അല്ലേ? ഇല്ല, ക്ലൂ ഇല്ല. പറയട്ടെ? ഉപ്പ് പായസത്തില് ഇടുക, അപ്പോ കുളമായില്ലേ? ആ കുളത്തിൽ കുളിക്കാം. നല്ല ചളിയാണ്. ഇത് ചളിയല്ല, കൊടും ചളിയാണ്. എന്തായാലും ഉത്തരം പറഞ്ഞതല്ലേ? ഉത്തരം പറഞ്ഞവരും കഴിക്കുക, എന്നെ കൊണ്ട് മാത്രം. ഒരു ക്വസ്റ്റ്യൻ കൂടെ പേടിക്കണ്ട. പേടിയൊന്നുമില്ല, കേക്ക് ഞാൻ തന്നോണ്ടിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും കുറച്ചൊക്കെയാണ്. ഇടുമ്പോൾ ടൈറ്റും ഇട്ട് കഴിയുമ്പോൾ ലൂസ് ആകുകയും ചെയ്യുന്നത് എന്ത്?
നിങ്ങളുടെ ഫേസിൽ തന്നെ ഉണ്ടല്ലോ ഉത്തരവ്. എന്റെ മുഖത്തൊന്നുമില്ല, എന്റെ മുഖത്തൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇടുമ്പോ ടൈറ്റും ഇട്ട് കഴിയുമ്പോ ലൂസും ആകുന്നത് എന്ത്? അപ്പൊ തന്നെ ലൂസ് ആവോ അതോ സമയം എടുക്കോ? അല്ല എന്നാ ക്ലൂ കറക്റ്റ് പറഞ്ഞാലേ നമുക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഞാൻ നേരായ ചിന്തയിലാണ് ചോദിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മള് ഇടുന്ന ഒരു പറയണോ, ക്ലൂ പറയണോ? ഇച്ചിരി ക്ലൂ. ആക്സസറി ആണ്, എല്ലാരും നോർമലി യൂസ് ചെയ്യുന്ന ഒരു ആക്സസറി ആണ്. ഇടുമ്പോ ടൈറ്റും പിന്നെ ലൂസ്. ഷെഡിയാണോ? അല്ല. വാച്ച് 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 ഒന്നല്ല. ഇടുമ്പോ ടൈറ്റ്. ഒമേ ഞാൻ ജ്വല്ലറിക്കാരനല്ലേ. വള വള വള. കഴിച്ചോ? ഞാൻ കഴിക്കണല്ലേ. കഴിക്കണം. അപ്പം ആ സെഗ്മെന്റ് കഴിഞ്ഞു. ബോച്ചേ, എന്റെ ഒരു പ്രോപ്പ് ഉണ്ട്, ഒരു കള്ള കണ്ണാടി. ഇത് വെച്ച് കഴിഞ്ഞാല് ചെളിയാണല്ലേ കംപ്ലീറ്റ് കയ്യിലുള്ളത്. യെസ്. അപ്പം ഈ ചളി കണ്ണാടി വെച്ച് കഴിഞ്ഞാ, സോറി, നുണക്കണ്ണാടിയോ എന്താ, നുണക്കണ്ണാടിയല്ലേ? നുണക്കണ്ണാടിയാ. ഈ കണ്ണാടി വെച്ച് കഴിഞ്ഞാല് നുണയെ പറയാൻ പാടുള്ളൂ. ഒന്നുമില്ല. ഞാൻ നുണയെ പറയാൻ പാടുള്ളൂ. നുണയെ പറയാൻ പാടുള്ളൂ ഇത് വെച്ച് കഴിഞ്ഞാല്. ഈ പാപമൊക്കെ ആരെ ഏൽക്കും? സത്യസന്ധനായ ഞാൻ. അപ്പം ബോച്ചയ്ക്ക് കൂട്ടാവാനായിട്ട് ഞാനൊരു സാധനം വെക്കാം. ചക്കിക്കൊത്ത ചങ്കര ബെസ്റ്റ്. നല്ല കോമ്പിനേഷൻ ഉണ്ട് അല്ലേ? കൊള്ളാം. ഓക്കെ അല്ലേ? ഊരണ്ടേ? ഇല്ലില്ല. അപ്പം തുടങ്ങാം. ഇവിടെ ഒരു ചെമ്പരത്തി പൂവും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ചുവട്ടിൽ വെച്ചാലേ ഇല്ല. അപ്പം മാച്ച് അവൻ ബോച്ചയും വെക്കണം. ബോച്ചെ ബാർ ഡാൻസ് കളിച്ചിട്ടുണ്ടോ? ബാർ ഡാൻസോ? BAR ബാർ? അയ്യേ, ഞാൻ അങ്ങോട്ടൊന്നും ഞാൻ പോവാറേ ഇല്ല. പിന്നെ എങ്ങനെ കളിക്കും? ഒക്കെ ചിന്തിക്കാനേ വയ്യ. അതൊക്കെ പാപമാണ്. എന്റെ കാരണവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാറിലൊന്നും പോകരുതെന്ന്. അപ്പൊ നിങ്ങക്ക് സത്യം മനസ്സിലായല്ലോ. ബോച്ചെ ബാറിൽ പോവാറുമില്ല, കളിക്കാറുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഫുള്ള് ഒറ്റയടിക്ക് തീർത്തിട്ടുണ്ടോ? ഒരു ഫുള്ള് ഒറ്റയടിക്ക് തീർക്കേ? ഒക്കെ കുറെ സമയം എടുക്കും. അല്ല, തീർത്തിട്ടുണ്ടോ? ഒറ്റ ഇരിപ്പിന് ഇരുന്ന് തീർത്തിട്ടുണ്ടോ? ഇല്ല. നോ നോ നോ. ഒരു ഫുള്ളോ? അയ്യേ, മദ്യപാനം? ശരി, ഒരിക്കലും ഇല്ല. ഒക്കെ മോശമല്ലേ? ഓക്കെ, സത്യങ്ങൾ ഓരോന്നായിട്ട് ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഫുള്ള് നുണകളാണ് ഗൈസ്. ഇല്ല, വിളിക്കാത്ത അതൊക്കെ മോശമല്ലേ? പോവാറില്ലേ? നമ്മളൊക്കെ തറവാടിയാണ്. പെൺകുട്ടികളോട് സംസാരിക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. അവരുടെ മുഖത്തേക്കേ നോക്കാറില്ല ഞാൻ. ബോച്ചയുടെ ഫസ്റ്റ് ലവ് 1ാം ക്ലാസ്സിലാണ്. 1ാം ക്ലാസ്സിലായിരുന്നു ആദ്യത്തെ. അന്ന് ലവ് ലെറ്റേഴ്സ് ഒക്കെ കൊടുത്തിരുന്നോ? എന്താ 1ാം ക്ലാസ്സിലും? ഇല്ല, അന്ന് അത്ര കയ്യക്ഷരം അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ലായിരുന്നു. എഴുതി അതുകൊണ്ട് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ലെറ്റർ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. നേരിട്ട് പറയാണ്. എത്ര നാൾ ഉണ്ടായിരുന്നു അത്? 1ാം ക്ലാസ് വരെ? അത് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അവിടെ തന്നെ രണ്ടാമത്തെയും ഒക്കെ ഉണ്ടായിരുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 3ാമത്തെ ലവ് ആയിരുന്നു. 1ാം ക്ലാസ്സിൽ തന്നെ 1-2 ഉണ്ടായിരുന്നു അല്ലേ? ബോച്ചേനെ കാണാൻ ഒരു ആരാധിക വന്നിട്ടുണ്ട്. ഒരു സമ്മാനം തരാനായിട്ട്. വിളിക്കട്ടെ? പിന്നെന്താ, വരൂ. ഇത് കുളമ്പടി ശബ്ദം കേൾക്കണ്ട്. കുതിരപ്പുറത്താണ് ആധാരിക വരുന്നത്. അമ്മേ, അയ്യോ. ഹായ്, ഹലോ. സാറല്ല, ബോച്ചെ. ഇതെന്താ ആദാമിന്റെ കായാണോ? ഇതെന്താ ആദാമിന്റെ പഴമാണോ? അല്ല, അത് ഇതിന്ന് പറിച്ചെടുത്താണോ? അതെ, സ്പെഷ്യൽ ഗസ്റ്റിന് മാത്രമേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. ബോച്ചെ, ഇതൊരു സ്പെഷ്യൽ കോസ്റ്റ്യൂം അല്ലേ? ക്രിസ്മസ് ട്രീ പോലെ ഉണ്ട്. എന്താണ് ഇതിനെ കുറിച്ച് അഭിപ്രായം? ഇത് ഒരു യൂണീക്കാണ് അല്ലേ? സമ്മതിച്ചു. ഇങ്ങനത്തെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ഡ്രസ്സും ഇങ്ങനത്തെ ഒരു ആധാരികയും ആദ്യമായിട്ട് കാണാം. ഇതിൽ എന്തോ ഒരു കുറവുണ്ടല്ലോ. ഇതും കൂടെ അവിടെ കുത്തി വെച്ചാ ഭംഗിയായി. ഇപ്പൊ ഭംഗിയുണ്ട്. കറക്റ്റ് ആയി. ഇപ്പൊ പേരെന്താ ആരാധികയുടെ? എൻ്റെ പേര് അഖില എന്നാണ്. ഞാൻ അത്യാവശ്യം ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ അതിന്റെ ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോഴാണ് ബോച്ചെ ഇവിടെ അറിഞ്ഞത്. ഞങ്ങളുടെ ഇൻസ്പിറേഷൻ ആണ്. കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഊരാനൊക്കെ പറ്റുമല്ലേ? സിബും ബട്ടണൊക്കെ ഉണ്ടോ? ഉണ്ട് സർ.
അല്ല എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഊരി കാണിക്കാവോ? അയ്യോ അത്ര വേണം. അല്ല കാണിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്, ഞാനിത് ഊരാൻ പറ്റുമോന്ന് അറിയാൻ വേണ്ടിട്ടാ. ബാക്കിലാണോ ഫ്രണ്ടിലാണോ അതിന്റെ ഓപ്പണിങ്? അത് കുറച്ച് പേരുടെ ഹെൽപ്പ് വേണം സർ. ആ ശരി ശരി. അപ്പം ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അതാര- താങ്ക് യു ഫോർ കമ്മിങ്, അതാരകനില്ലേ? താങ്ക് യു ഫോർ ജോയിനിങ് ആ us. താങ്ക് യു. എന്തായാലും ഇരിക്കട്ടെ, എന്തെങ്കിലും പൂവും കായൊക്കെ കയ്യിലിരിക്കട്ടെ. എന്തായാലും വേറെ ഒന്നും കയ്യിലില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാറ്റിനിയുടെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ ക്രിസ്മസ് പ്രോഗ്രാം നമ്മൾ ബോച്ചയുടെ കൂടെ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. ബോച്ചെ വളരെ നന്ദിയുണ്ട് നമ്മുടെ കൂടെ ഇത്രയും നേരം മൈ പ്ലഷർ. അതെ ചെലവഴിച്ചതിനും സഹകരിച്ചതിനും ഒക്കെ. അപ്പം മാറ്റിനിയുടെ വക നമ്മുടെ കയ്യിലൊരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് ബോച്ചയ്ക്ക്. ഓക്കെ, ഇത് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങോ? ഇല്ല, ശരിക്കും ഇല്ല, തന്നാണല്ലോ അല്ലേ? ശരിക്കും തന്നതാണ്. ഓക്കെ ഓക്കെ. ആരും അടിച്ചു മാറ്റാതെ സൂക്ഷിച്ചു, അതിന് മിഠായിയൊക്കെ ഉണ്ട്. നോ പ്രോബ്ലം, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പം Okay, dear. Merry Christmas Thank you and very Happy much. New Year, Boche. Happy New Year. Loving Merry Christmas. Conquer the world with love. Love you, everybody. Ron Boche.